നമസ്കാരം. എല്ലാവർക്കും എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. HSST ഇക്കണോമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൈക്രോ ഇക്കണോമിക്സിലെ ഒരു മൊഡ്യൂളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു ടൈറ്റിലാണ് പ്രാഗ്മാറ്റിക് അപ്രോച്ച് ടു ഡിമാൻഡ് അനാലിസിസ്. പ്രാഗ്മാറ്റിക് അപ്രോച്ച് ടു ഡിമാൻഡ് അനാലിസിസ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. പ്രാഗ്മാറ്റിക് അപ്രോച്ച് ടു ഡിമാൻഡ് അനാലിസിസ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്തായിരിക്കും ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്, പഠിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് റിവ്യൂ ചെയ്ത് പോകാം. പ്രാഗ്മാറ്റിക് അപ്രോച്ച് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ന്യൂ അപ്രോച്ചാണ്. അതായത് നമ്മുടെ കൺവെൻഷണൽ അപ്രോച്ചിൽ നിന്നും വ്യത്യാസപ്പെട്ടിട്ടുള്ളതാണ് പ്രാഗ്മാറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ മുമ്പ് നമ്മൾ ഡിമാൻഡ് അനാലിസിസ് ചെയ്തത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണോ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള റീസെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് പ്രാഗ്മാറ്റിക് അപ്രോച്ച് ടു ഡിമാൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയ കാര്യങ്ങളാണ്. അതെങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇവിടെ ഡിമാൻഡ് ഫംഗ്ഷൻ മാർക്കറ്റ് ഡാറ്റയിൽ നിന്നും ഡയറക്റ്റ് ആയിട്ടാണ് എടുക്കുക. ഡിമാൻഡ് ഫംഗ്ഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് derived from market data, derived from directly from market data. മാർക്കറ്റ് ഡാറ്റയിൽ നിന്നും ഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ എവിഡൻസസ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതൊരു അൺറിയലിസ്റ്റിക് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം മാർക്കറ്റിലെ ഡാറ്റ എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിനെ വിലയിരുത്തുന്നത്. ഓക്കെ. അപ്പോൾ മുമ്പ് നമ്മൾ അങ്ങനെയല്ല ചെയ്തിരുന്നത്. ഒരു മാർക്കറ്റ് ഡാറ്റ അല്ല നമ്മൾ നമ്മുടെ ലോജിക്ക് വെച്ചിട്ടുള്ള ഒരു ഐഡിയ ആണ് മുമ്പ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മളിത് എക്സ്പ്രസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ മൾട്ടി വാരിയന്റ് ഫംഗ്ഷനാണ് ചെയ്യുന്നത്. മൾട്ടി വാരിയന്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ വേരിയബിൾ റിലേഷൻ മാത്രമല്ല നമ്മളുടെ ഈ ഡിമാൻഡ് അനാലിസിസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒരുപാട് വേരിയബിൾസ് അതിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓൾറൈറ്റ്. പിന്നെ നമുക്ക് പറയാൻ കഴിയുക ഇതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് യൂസിങ് വേരിയസ് എക്കണോമെട്രിക് ടൂൾസ്. വേരിയസ് എക്കണോമെട്രിക് ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പ്രാഗ്മാറ്റിക് അപ്രോച്ച് കണക്കാക്കുന്നത്, അല്ലെങ്കിൽ പ്രാഗ്മാറ്റിക് അപ്രോച്ചിലൂടെ ഡിമാൻഡ് അനലൈസ് ചെയ്യുന്നത്. വേരിയസ് എക്കണോമിക് ടൂൾസ് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റും. റൈറ്റ്. ദെൻ മറ്റൊരു കാര്യം നമ്മളവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഒരു ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂമറിനല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ദ ഇമ്പോർട്ടൻസ് നെവർ ഗിവൺ ഇൻ ടു ആൻ ഇൻഡിവിജ്വൽ കൺസ്യൂമർ, ബട്ട് ഓൾസോ വി ആർ ഗിവിങ് മോർ എംഫസിസ് ഓൺ ദി ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മാർക്കറ്റിൻ്റെ ബിഹേവിയർ മനസ്സിലാക്കുന്നത്. ഓക്കെ. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെയാണ് ഒരു ഇൻഡിവിജ്വൽ പ്രോഡക്റ്റിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് അനാലിസിസ് ചെയ്യുന്നത്. ഓൾറൈറ്റ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. മാർക്കറ്റ് ഡാറ്റയിൽ നിന്നാണ് ഇത് ഡെറൈവ് ചെയ്തുകൊണ്ടിരുന്നത്. മൾട്ടി വാരിയന്റ് ഫംഗ്ഷനാണ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വേരിയബിൾ മാത്രമായിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. വേരിയസ് എക്കണോമിക് ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് അനലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്കണോമെട്രിക് മെത്തഡോളജിയാണ് നമ്മളവിടെ ഉപയോഗിച്ചത്, മെത്തേഡ്സ് ആണ് ഉപയോഗിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ദെൻ നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ മാത്രം കൺസിഡർ ചെയ്തിട്ടല്ല, മാർക്കറ്റിലെ ഡാറ്റയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ്, ഒരുപാട് പീപ്പിൾ ഉണ്ടായിരിക്കും, ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അവരുടെയൊക്കെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഒരുപാട് പ്രോഡക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ. ഇത്തരം കാര്യങ്ങൾ നമ്മളുടെ മൈൻഡിൽ ആദ്യം ഉണ്ടായിരിക്കണം. ദെൻ അതേ ഒരു ഐഡിയയിൽ പറയുകയാണെങ്കിൽ തന്നെ ഇൻകം ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിൻ്റെ അല്ല, ഇൻകം ആസ് എ ഹോൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ ഇൻകം മാത്രമായിട്ടല്ല അവിടെ നമ്മൾ പരിഗണിക്കുന്നത്, മറിച്ച് ഇൻകം ആസ് എ ഹോൾ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് അവിടെ നമ്മൾ എടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ. കൺസ്യൂമറിന്റെ ബിഹേവിയറും അങ്ങനെ തന്നെയാണ്. കൺസ്യൂമർ ബിഹേവിയർ ആസ് എ ഹോൾ, നോട്ട് എ പർട്ടിക്കുലർ
ഇൻഡിവിജ്വൽ കൺസ്യൂമർ ബിഹേവിയർ ആസ് എ ഹോൾ. അപ്പോൾ നമുക്ക് ഇത്രയും ഒരു അസംഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനീഷ്യലി പറയാൻ പറ്റും. കൺസ്യൂമർ ബിഹേവിയർ ആസ് എ ഹോൾ, നോട്ട് എ പർട്ടിക്കുലർ, അല്ലെ, നോട്ട് എ പർട്ടിക്കുലർ കൺസ്യൂമർ എന്നും നമുക്ക് പറയാൻ പറ്റും. ഇത്രയും അസംഷൻസ് ആണ് നമുക്ക് ഇനീഷ്യലി എന്ത് ചെയ്യാൻ പറ്റുക, ഈ പ്രാഗ്മാറ്റിക് അപ്രോച്ചുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ. കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ. കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ. കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ. ഈ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ കുറച്ചും കൂടെ അപ്ലൈഡ് റിസർച്ചിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് അപ്ലൈഡ് റിസർച്ചിലാണ് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അവിടെ നമ്മളിത് എക്സ്പ്രസ് ചെയ്യുന്നത്, ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ക്യൂ ഓഫ് എക്സ് എ ഇൻറ്റു പി ഓഫ് എക്സ് റൈസ് ടു ബി പി ആർ റൈസ് ടു സി വൈ റൈസ് ടു ഡി. ഓക്കെ, വൈ റൈസ് ടു ഡി ഇ ഓഫ് എഫ് ടി. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ, അല്ലെങ്കിൽ നമ്മളുടെ ഫോർമുല ഇതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. റൈറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഫോർമുല വരുന്നത്. ഈ ഇക്വേഷനിൽ ബി സി ഡി എന്ന് പറയുന്നത് നമ്മളുടെ കോഎഫിഷ്യൻ്റ് ആണ്. ദീസ് ആർ ദ കോഎഫിഷ്യൻസ്. എന്തിന്റെ കോഎഫിഷ്യൻസ് ആണ്? കോഎഫിഷ്യൻസ് ഓഫ് പ്രൈസ്, അല്ലേ? കോഎഫിഷ്യന്റ് ഓഫ് പ്രൈസിന്റെ കോഎഫിഷ്യന്റ് ആണ്. അറ്റ് ദ സെയിം ടൈം പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്, അല്ലെ? പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സിൻ്റെതാണ്, അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റിന്റെ ആണെന്ന് പറയാൻ പറ്റും. ക്രോസ് ഇലാസ്റ്റിസിറ്റി ആണ് എന്ന് നമുക്ക് അവിടെ പറയാൻ പറ്റും. ആൻഡ് ടി എന്ന് പറയുന്നത് ഇൻകത്തിൻ്റെയാണ്. അപ്പോൾ ഇവിടെ എഫ് ഡി എന്ന് പറയുന്നത് ഇൻകത്തിന്റെ ക്രോസ് ഇലാസ്റ്റിസിറ്റിയാണ്. വൈ എന്ന് പറയുന്നത് ഇൻകത്തിൻ്റെയാണ്. അപ്പോൾ ബി സി ഡി ആർ ദ കോഎഫിഷ്യന്റ് ഓഫ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഇൻകം. ഒന്ന് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു, അല്ലേ? ഓൾറൈറ്റ്. അപ്പോൾ ഇത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ ദെൻ പിന്നെ ഈ ഇ എന്ന് പറയുന്നത് നമ്മൾ കോൺസ്റ്റന്റ് ആണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. ദെൻ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫംഗ്ഷൻ സ്റ്റേറ്റ് ദാറ്റ് ചേഞ്ച് എന്താണ് ഇത് സ്റ്റേറ്റ് ചെയ്യുന്നത്? സി എസ് ഫംഗ്ഷൻ എന്താണ്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫംഗ്ഷൻ സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കിയിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഒരു സെക്കൻഡ്. ഇനി കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫംഗ്ഷൻ സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രൈസിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായാൽ, ചേഞ്ച് ഇൻ പ്രൈസ് അല്ലെങ്കിൽ ഇൻകം, പ്രൈസിലോ അതല്ലെങ്കിൽ ഇൻകത്തിലോ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ചേഞ്ച് ആണ് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചേഞ്ച് വരും. എങ്ങനെ? വിത്ത് റെസ്പെക്ട് ടു ദ ചേഞ്ചസ് ഇൻ ദി പ്രൈസ് ഓർ ഇൻകം. പ്രൈസിലോ ഇൻകത്തിലോ മാറ്റം വരുന്നതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ചേഞ്ച് എവിടെ വരുന്നുണ്ട്? ക്വാണ്ടിറ്റി ഡിമാൻഡിലും വരുന്നുണ്ട്. അതാണ് കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാർക്കറ്റ് ഡാറ്റ എടുത്ത് ഒബ്സർവ് ചെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റി. സാധനങ്ങളുടെ വിലയിലോ ഇൻഡിവിജ്വൽസിന്റെ ഇൻകത്തിലോ മാറ്റം വരുമ്പോൾ അതിന് റെപ്രസെന്റ് ആയിട്ട് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എവിടെ ഈ മാറ്റം വരുന്നുണ്ട്? ക്വാണ്ടിറ്റി ഡിമാൻഡിലും മാറ്റം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റി. ഓൾറൈറ്റ്. അപ്പോൾ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് അവിടെ മനസ്സിലാക്കിയത്. ഇപ്പോൾ ഇത് കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ പറയണമെന്നുണ്ടെങ്കിൽ ഞാനൊന്നും കൂടെ എന്താ പറയാ, ഒരു എക്സാമ്പിൾ പോലെ പറയാം. നമുക്ക് ഒരു മാർക്കറ്റ് എടുക്കുക. ഇതൊരു മാർക്കറ്റാണ്. ഈ മാർക്കറ്റിൽ എ ബി സി ഡി ഇ എഫ് ഇങ്ങനെ കൺസ്യൂമേഴ്സ് ഉണ്ട്. ഈ കൺസ്യൂമേഴ്സിനെ എല്ലാം നമ്മൾ കമ്പൈൻ ആയിട്ട് എടുക്കുന്നു. എല്ലാവരെയും നമ്മൾ കമ്പൈൻ ചെയ്തെടുക്കുന്നു. ഈ കമ്പൈൻ ചെയ്ത എല്ലാ കൺസ്യൂമേഴ്സിൻ്റെയും ഇൻകം, ആ ഇൻകത്തിൽ ഒരു വർധനവ് ഉണ്ടായിക്കഴിഞ്ഞാൽ
അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ റിഫ്ലക്ട് ചെയ്യും. ദെൻ ഇവര് കമ്പൈൻ ചെയ്ത് പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ പ്രൈസിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ ദാറ്റ് ആൾസോ എഫക്റ്റ് അല്ലേ, അതും കൂടെ നമ്മളുടെ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യും. പ്രൈസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് അവിടെ കൂടും, അതല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് അവിടെ കുറയും. അപ്പൊ ഇതിന്ന് കിട്ടേണ്ട ഒരു ഇൻസൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് ഡാറ്റയെ യൂസിങ് വേരിയസ് എക്കണോമെട്രിക് അനാലിസിസ് നമ്മൾ എന്ത് കൺക്ലൂഷനിലെത്തി? വേരിയസ് എക്കണോമെട്രിക് അനാലിസിസ് we conclude that if there is a change in income or price as a whole in the market reflect price, income or price as a whole, market reflect the quantity demand. Okay, this is what we learned from the constant elasticity demand function. അപ്പൊ ഇതൊരു പ്രാഗ്മാറ്റിക് അപ്രോച്ചിന്റെ കണ്ടിന്യൂഷൻ ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓൾറൈറ്റ്, സോ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോവുക ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡൽ ആയിരിക്കും. ഓൾറൈറ്റ്, സോ താങ്ക് യു ഫോർ ലിസണിങ്.